വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. എബ്രായലേഖനം 11:6 പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ വരണം, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കണം. ഇതാണ് ക്രിസ്തീയ ജീവിതം, ഇതാണ് കർത്താവിൻ്റെ വേല. എബ്രായലേഖനം 11 തന്നെ പറയുന്നു, പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് വേണ്ടെന്ന് വെച്ചെന്ന്. ആര്? മോശ. മിസ്രൈമിലുള്ള മുഴുവൻ നിക്ഷേപത്തേക്കാൾ, ലോകത്തിലുള്ള മുഴുവൻ നിക്ഷേപം അന്ന് മിസ്രൈമിലായിരുന്നു, ആ നിക്ഷേപത്തേക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി. ചെറിയ കാര്യമല്ല. ഭൂമിയിലുള്ള സകല സമ്പത്തും മിസ്രൈമിൻ്റെ അടുക്കൽ വന്നത് ജോസഫിൻ്റെ പാണ്ഡികശാലയിൽ നിന്ന് ഭക്ഷണം കൊടുത്തപ്പോൾ എല്ലാവരും അവരുടെ പൊന്ന്, വിലയേറിയ വസ്തുക്കളെല്ലാം ജോസഫിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അങ്ങനെ മിസ്രൈമിലെ നിക്ഷേപം മുഴുവൻ ഇപ്പോൾ മോശയുടെ കയ്യിലാണ്. ഒരു വലിയൊരു ടെസ്റ്റാണ് മോശയുടെ മുമ്പിൽ. ഭൂമിയിൽ ഏറ്റവും വലിയ സമ്പന്നതയിൽ ജീവിക്കണോ, എന്നാൽ അതിനേക്കാൾ വിലയേറിയ ക്രിസ്തുവിൻ്റെ നിന്ന വിശ്വാസത്താൽ കണ്ടിട്ട് അതിനു വേണ്ടി ചുവടുവെക്കണമോ? മോശ അധികം നല്ലതിനെ മുറുകെ പിടിച്ചു. ഇന്ന് പലർക്കും അധികം നല്ലതിനെ മുറുകെ പിടിക്കാൻ അറിയില്ല. നല്ലതിനെ മുറുകെ പിടിക്കാം, അധികം നല്ലതിനെ മുറുകെ പിടിക്കാൻ നാം പരിശീലിക്കണം. അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. എന്തെങ്കിലും ജീവിതത്തിൽ കാണുന്നതെല്ലാം മുറുകെ പിടിക്കാനുള്ളവരല്ല. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അധികം നല്ലതിനെയാണ്, അതിനെ മുറുകെ പിടിക്കാനുള്ള ദൈവകൃപ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കണം. അതിന് ജ്ഞാനം വേണം, കണക്കൂട്ടാനുള്ള പ്രാപ്തി വേണം, മറ്റുള്ളതിനോട് താരതമ്യം ചെയ്ത് നോക്കണം. ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതവും ലോകത്തിലെ ജീവിതവും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം. ഏതിനാണ് തൂക്കം കൂടുതൽ, ഏതിനാണ് മൂല്യം കൂടുതൽ, ഏതിലാണ് കൂടുതൽ അനുഗ്രഹമുള്ളത്, കണക്കുകൂട്ടി നോക്കണം. ഏറ്റവും വിലയേറിയതിനെ തിരഞ്ഞെടുക്കാൻ നാം പഠിക്കണം. തിരഞ്ഞെടുക്കാൻ വിശ്വാസം വേണം. കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ കാണാത്തത് നിലനിൽക്കും, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പം നിത്യമായത് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രാപ്തി യേശു കർത്താവ് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് യേശുവിനെ ആരാധിക്കുക. അത് ഏറ്റവും മൂല്യമുള്ള കാര്യമാണ്. യേശുവിനെ പുകഴ്ത്തുന്നത്, യേശുവിനെ സ്തുതിക്കുന്നത്. പ്രൈസ് ജനറേഷൻ അതിനുവേണ്ടി മാത്രം ദൈവത്താൽ നിയോഗിക്കപ്പെട്ടൊരു കൂട്ടായ്മയാണ്. പ്രൈസ് ജനറേഷൻ, സ്തുതിക്കുന്ന ഒരു തലമുറ. ഈ ജീസസ് എവരി ഡേ എന്ന പ്രാർത്ഥനയിലൂടെ സ്തുതിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. നമുക്ക് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ. സർവനന്മകൾക്കും
സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറപിടിച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാർവോട് ചേർത്തണച്ചു. താതൻ തിരുക്കരം തേടിയെത്തി, തന്റെ മാർവോട് ചേർത്തണച്ചു. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ. പരിശുദ്ധാത്മാവ, പരിശുദ്ധാത്മാവ നിറയ്ക്കാം, അനുദിനവും എന്നെ പരനേ. പരിശുദ്ധാത്മാവ നിറയ്ക്കാം, അനുദിനവും എന്നെ പരനേ. തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. പരിശുദ്ധാത്മാവേ, തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. തിരുവേലയെ തിരുവേലയെ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. യേശുവേ, അങ്ങയുടെ വരങ്ങളെ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നിറയ്ക്കണം കർത്താവേ. അങ്ങ് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി മാറട്ടെ കർത്താവേ. ഞങ്ങളെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ അതെല്ലാം അങ്ങേക്ക് വേണ്ടി ഉപയോഗിക്കുവാനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ അങ്ങയുടെ നാമത്തിനു വേണ്ടി ഒന്ന് ഉപയോഗിപ്പാൻ ഞങ്ങളെ തരുന്നു കർത്താവേ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ,
യേശുവേ സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എൻ യേശുവേ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ ഓഗസ്റ്റ് മാസത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആഴ്ചയിലേക്ക് നമ്മൾ എത്തി. ഈ ആഴ്ചയിലും നമ്മുടെ പ്രവൃത്തി ദിവസത്തിൽ മുന്നോട്ട് പോകാനുള്ള ബലം നമുക്ക് വേണം. ഓരോ ദിവസവും നമുക്ക് ബലം വേണം. ഓരോ ദിവസവും നമ്മൾ എനർജി ഉപയോഗിക്കുന്നത് കൊണ്ട് അടുത്ത ദിവസത്തേക്ക് നമുക്ക് ബലം വേണ്ടേ? എന്തിനാണ് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നത്? എല്ലാ ദിവസവും എന്തിനാണ് വ്യായാമം ചെയ്യുന്നത്? വ്യായാമം ചെയ്യുന്നുണ്ടോ? എങ്കിലത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾ കഴിച്ച ഭക്ഷണത്തെ നിങ്ങൾ എനർജിയാക്കി മാറ്റുക. എന്തിനാണ് ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുന്നത്? മുന്നോട്ട് പോകാൻ. അപ്പോൾ അതിനുള്ള ബലം നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഭക്ഷണത്തിലൂടെയാണ്. ഇതുപോലെ തന്നെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്ന, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന തിരുവെഴുത്ത് പോലെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കുകയാണ്, വചനത്തിൽ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 8-ാം അധ്യായത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായമേ എത്തിയിട്ടുള്ളൂ. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമ്മൾ ആരംഭിച്ചിട്ട് മാസങ്ങളായി. ഇതൊരു വലിയ റിവൈവലായി മാറും. യോഹന്നാൻ്റെ സുവിശേഷം തീരുന്നതിനുള്ളിൽ നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ മാറും, നിങ്ങളുടെ സാഹചര്യം മാറും. പലരും കർത്താവിൻ്റെ വേലക്കിറങ്ങും. അനേക കുടുംബങ്ങളുടെ ഉയർച്ചകൾ കാണും. അനേകർക്ക് വഴികൾ തുറക്കും. കാരണം ദൈവത്തിൻ്റെ വചനമല്ലേ നമ്മൾ ശ്രദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ശ്രദ്ധിക്കില്ല. എന്നാൽ ശ്രദ്ധിക്കുന്നവർ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം, അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് പക്ഷേ തന്നെത്താൻ കൊല്ലുമോ എന്ന് യഹൂദന്മാർ പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയില്ല. ആരോട് പറഞ്ഞു? അവിശ്വസിക്കുന്നവരോട് പറഞ്ഞു. എന്നാൽ വിശ്വസിക്കുന്നവരോട് കർത്താവ് എന്ന് പറഞ്ഞു? യോഹന്നാന്റെ സുവിശേഷം 14:1 മുതൽ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പിതാവിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയിട്ട് നിങ്ങളെ ചേർക്കാൻ ഞാൻ വരും. ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോകരുത്. ഞാൻ പോകുന്നത് നിങ്ങളെ അനാഥരാക്കാനല്ല. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഞാൻ പോയാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും. അതിനുശേഷം ഞാൻ നിങ്ങളെ ചേർക്കാനും വരും. എത്ര വലിയ സംരക്ഷണമാണ് ക്രിസ്തീയ ജീവിതത്തിൽ. ഇവിടെ യേശു പറയണേ, ഞാൻ പോകുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെട്ടവർക്ക് ഇത് ദൈവശക്തി എന്ന് പൗലോസ് പറഞ്ഞു. നശിച്ചു പോകുന്നവർക്ക് യേശുവിൻ്റെ അടുക്കൽ ചെല്ലാൻ കഴിയില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് മരണമില്ലാത്ത, രോഗമില്ലാത്ത, ശാപമില്ലാത്ത, സമൃദ്ധി മാത്രമുള്ള ആ സ്വർഗീയ പട്ടണത്തിലേക്ക് കുടിയേറി പാർക്കുക. ഇന്ന് എല്ലാവരും തന്നെ ഭൂമിയിൽ ഏറ്റവും നല്ല രാജ്യങ്ങളിലേക്ക്, ഏറ്റവും മൂല്യമുള്ള കറൻസിയുള്ള രാജ്യങ്ങളിലേക്ക്, ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള രാജ്യങ്ങളിലേക്ക് മക്കളെ വളർത്താനും പഠിപ്പിക്കാനും ഏറ്റവും സുരക്ഷിതമായ രാജ്യത്തേക്കാണ് എല്ലാവരും ചേക്കേറാൻ നോക്കുന്നത്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടൊക്കെ
മലയാളികളായിട്ടുള്ളവർ ചേക്കാറാൻ, അവർ മിടുക്കരാണ്. കോഴഞ്ചേരി, തിരുവല്ല, അതിൻ്റെ അപ്പുറത്തോട്ടുള്ള സ്ഥലങ്ങൾ നോക്കിയാൽ അവിടെയെല്ലാം വീടുകളെല്ലാം വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞാൽ ഒരു വീട്ടിലെ ലൈറ്റില്ല, എല്ലാ വീടുകൾ അടഞ്ഞു കിടക്കുകയാണ്. അവിടെ ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നു, ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, അവർ മരിച്ചു. മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിൽ സെറ്റിലായി. ഇപ്പോൾ മക്കൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ബ്രോക്കർമാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് വിറ്റ് കിട്ടുന്ന പൈസക്കാണ്ട് വിറ്റേക്ക്. ക്രിസ്തീയ സമൂഹം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ആ സമൂഹം ഇല്ലാതെയാകുക. അവരെല്ലാം മറ്റൊരു രാജ്യത്തേക്ക് പോയി. എന്താണ് ഇതിനേക്കാൾ നല്ലത്? അതാണ് വാസ്തവത്തിൽ ദൈവമാക്കുന്ന സ്ഥലമാണ് ഏറ്റവും നല്ല സ്ഥലം. ആത്മനിയോഗത്തോടെ ഒരു രാജ്യത്ത് പോയാൽ കുഴപ്പമില്ല. അവരെ ഇവരെയും കണ്ട് നമ്മുടെ സ്വന്തം താല്പര്യത്തിൽ പോകുന്നത് വലിയ അപകടമാണ്. ദൈവം അയച്ചിട്ട് വടക്കേന്ത്യയിൽ പോകാമോ? വലിയ വിജയമാണ്. ദൈവം അയച്ചിട്ട് നിങ്ങൾക്ക് അമേരിക്കയിൽ പോകാം, അത് ഭയങ്കര മൂവായിരിക്കും. ദൈവം അയച്ചാൽ നിങ്ങൾ ആഫ്രിക്കയിൽ തന്നെ പോകണം. റീനാഡ് ബോങ്കെ 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആഫ്രിക്കയിൽ വന്നു, ലോകത്തെ കീഴ്മേൽ മറിക്കുന്നൊരു മൂവുണ്ടാക്കി. അപ്പോൾ മാനുഷികമായി ചിന്തിച്ച് പോകുന്ന പല രാജ്യങ്ങളിൽ ഇന്ന് മറ്റുള്ളവർ സംതൃപ്തരല്ല. കാനഡ, UK പോലുള്ള രാജ്യങ്ങളിൽ നമ്മുടെ ചെറുപ്പക്കാർ കുറേ പേര് പോയിട്ട് അവിടെ അവർ സ്റ്റക്കായി കിടക്കുകയാണ്. പട്ടിണിയാണ്, ജോലിയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. വളരെ കഷ്ടപ്പെടുന്ന പലരെയും ഞാൻ കഴിഞ്ഞ യാത്രയിൽ കണ്ടു. ഇവരെല്ലാം വളരെ കഷ്ടതയുടെ നടുവിലാണ്. ഇവിടുന്ന് വളരെ പ്രതീക്ഷയോടെ പോയി ഇവിടെ നല്ല ജോലി ഉണ്ടായിരുന്നവർ, കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗത്തും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ഉണ്ടായവർ അവിടെ വന്നിട്ട് കഴിക്കാൻ പോലും ഭക്ഷണമില്ലാതെ കിടക്കുന്നവരെ കണ്ടു. ദൈവം അയച്ചിട്ട് ഒരു സ്ഥലത്ത് പോകാം, ദൈവിക നിയോഗത്തിൽ. യേശു പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല. ലോകത്തോട് പറഞ്ഞു, ദൈവമില്ലാത്തവരോട്, ദൈവവചനം ക്രിയ ചെയ്യാത്തവരോട്. എന്നാൽ ദൈവവചനം ക്രിയ ചെയ്യുന്ന നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്. നിന്നെ വിട്ട് എവിടെ പോകും? നീ സാക്ഷാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ ഒരു കൂട്ടത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകും. എല്ലാവർക്കും ഇത് വെളിപ്പെട്ട് കിട്ടില്ല. യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ബൈബിൾ വായന കൊണ്ട് ഗുണമുള്ളത്. ബൈബിൾ വായിച്ച് സിനിമയുണ്ടാക്കുന്നുണ്ട്, ബൈബിൾ വായിച്ച് പല കാര്യങ്ങളും അറിവ് നേടുന്നുണ്ട്, ബൈബിൾ വായിച്ച് ഭരണഘടന ഉണ്ടാക്കുന്നുണ്ട്, ബൈബിളിൽ നിന്ന് പലരും പല കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. നേരം പോക്കിന് ബൈബിൾ വായിക്കുന്നവരുണ്ട്. ബൈബിൾ വായന ഒരു ഹാബിറ്റാക്കുന്നവരുണ്ട്. എന്നാൽ ബൈബിൾ വായിക്കുന്നത് ആത്മാവിലല്ലെങ്കിൽ, ഗ്രഹിക്കുന്നില്ലെങ്കിൽ, ഷണ്ണൻ പറഞ്ഞതുപോലെ ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ നിരന്തരം വായിക്കുന്നുണ്ട്, എന്നാൽ ഇത് ഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൽ ബൈബിൾ വായിച്ചില്ലെങ്കിൽ ഈ വായന പോലും നമുക്കൊരു പ്രയോജനമില്ല. ഇതൊരു ജീവിതശൈലിയാണ്. പ്രാർത്ഥന, വിശ്വാസമില്ലാതെയും പ്രാർത്ഥിക്കുക, വിശ്വാസമില്ലാതെയും ബൈബിൾ വായിക്കുക. ഇവർ ചെന്നത് യേശുവിൻ്റെ മുൻപിലാണ്. അപ്പോൾ വചനത്തിൻ്റെ മുൻപിൽ ഒത്തിരി പേരുണ്ട്. വചനം യേശുവാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമാണ്. വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനത്തിൻ്റെ മുൻപിലാണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത്. സാക്ഷാൽ വചനത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ യേശുവിനെ കല്ലെറിയാൻ നിന്നു, യേശുവിനെ വിമർശിക്കാൻ നിന്നു. അപ്പോൾ ബൈബിൾ വായിച്ചുകൊണ്ട് നമുക്ക് എതിർക്കാം, ബൈബിൾ വായിച്ചുകൊണ്ട് യേശുവിനെ കല്ലെറിയാം. എന്നാൽ ബൈബിൾ വായിച്ച് കരയാം, ബൈബിൾ വായിച്ച് ആ തൊങ്ങലെ തൊടാം, ബൈബിൾ വായിച്ച് മുട്ടയിൽ വീഴാം, ബൈബിൾ വായിച്ചിട്ട് സമർപ്പിക്കാം, ബൈബിൾ വായിച്ച് ജീവിതം മാറ്റാം. ബൈബിൾ നിന്നെ സ്വർഗീയ വിളിയിലേക്ക് കൂടുതൽ അടുപ്പിക്കും. യേശു പറഞ്ഞു, ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയില്ല എന്ന് അവൻ പറഞ്ഞതുകൊണ്ട് അവൻ തന്നെത്താൻ കൊല്ലുമോ? യേശുവിനെ വിമർശിക്കുകയാണ്. എന്നാൽ ഗുരുവേ, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ. യേശുവിനെ വിശ്വസിക്കുമ്പോഴാണ് ഇതിനകത്ത് വ്യത്യാസം വരുന്നത്. യേശു പറഞ്ഞത് 25-ാം വാക്യത്തിലോട്ട് വരുമ്പോൾ, അവൻ അവരോട് നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന് യേശു,
ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ച് പോരുന്നത് തന്നെ. 25-ാം വാക്യം. നീ ആരാകുന്നു? അവർക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ല. യേശു ആരാണെന്ന് വെളിപ്പെട്ട് കിട്ടുന്നില്ല. യേശു പറഞ്ഞു, ഞാൻ ആദ്യം മുതൽ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ. യഹൂദന്മാരോടാണ്. അവരാരാ? അബ്രഹാമിൻ്റെ സന്തതികളാണ്. ഇവരെല്ലാം കനാൻ ദേശത്ത് വന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്ത് യോശുവ അവരെ കൊണ്ടുവന്ന് അളന്ന് തിരിച്ച് രാജ്യം കൊടുത്ത് ദൈവം അവരുടെ നടുവിൽ വസിച്ച്, എന്നാൽ അവർ ദൈവത്തെ വിട്ടുമാറി അന്യാരാധനകളിലേക്ക് പോയി. ദൈവം അവരെ ആ ഭൂമി മുഴുവൻ ചിതറിച്ച് കളഞ്ഞു. അവർക്ക് ദേവാലയം ഒക്കെ തകർന്നു പോയി. വീണ്ടും ദൈവം ഒരു ദേവാലയം കൊടുത്തു. ആ കാലത്താണ് ഇവർ യെരൂശലേമിൽ ജീവിക്കുന്നത്. അന്ന് ഈ ഇസ്രായേലിനെ ഭരിക്കുന്നത് മറ്റൊരു രാജ്യമാണ്. റോമ ഗവൺമെന്റിന്റെ കീഴെയാണ്. അപ്പോഴും അഹങ്കാരം കുറഞ്ഞിട്ടില്ല. റോമ ഗവൺമെന്റിനെ മാത്രമല്ല, ഭൂമിയിലുള്ള മുഴുവൻ ഗവൺമെന്റിനെയും മാറ്റി മറിക്കാൻ ശക്തിയുള്ളവനോടാണ് ഇവർ തർക്കിക്കുന്നത്. ഞാൻ ആദ്യം മുതൽ സംസാരിച്ചു പോരുന്നത് തന്നെ. യേശുവിനെപ്പോഴും യേശുവിനെ നന്നായിട്ട് അറിയാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷയം, നാം ഒരു ദൈവ പൈതലാണ് എന്നുള്ള ബോധ്യം വിമർശനങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറന്നുപോകും. ഉടനെ മാറിക്കിടക്കും, കരയും, എനിക്കാരുമില്ല എന്നെ സ്നേഹിക്കാൻ. നമ്മുടെ വില അറിയാത്തത് കൊണ്ട് കല്ലെറിയാൻ നിൽക്കുന്നവരുടെ നടുവിലും എതിർക്കുന്നവരുടെ നടുവിലും തെറ്റായി യേശുവിനെ ചിത്രീകരിക്കുന്നവരുടെ നടുവിലും ഇവൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നവരുടെ നടുവിലല്ല യേശു പറഞ്ഞു, ഇല്ല, ഞാൻ വചനമാണ്. ആദ്യം മുതൽ പിതാക്കന്മാരോടെല്ലാം സംസാരിച്ചത്. ആദ്യം മുതൽ സംസാരിച്ച വചനം, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വചനം, സകലത്തെ ഉളവാക്കിയ വചനം. അബ്രഹാമിന്, നിങ്ങളുടെ പിതാവായ അബ്രഹാമിന് തലമുറകളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഉണ്ടാക്കി കൊടുത്ത വചനം. എളിയവനെ പിടിച്ച് കൊട്ടാരത്തിൽ, ദാവീദിനെ കൊട്ടാരത്തിൽ ഇരുത്തിയ വചനം. മുങ്ങിത്താന്ന് നൈൽ നദിയിൽ മുങ്ങിപ്പോകേണ്ടവനെ 80-ാം വയസ്സിൽ വലിയ ശുശ്രൂഷയേൽപ്പിച്ച് മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വചനം. ഞാൻ ആദ്യം മുതൽ സംസാരിച്ച് പോരുന്ന വചനം. നീ ആരാണ്? യേശു ആരാണ്? അറിയണം. പൗലോസ് പറയണം, അവനെ അറിയേണ്ടതിന് ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പറഞ്ഞ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ പാർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വേറൊന്നും അറിയണ്ട. ഈ ദിവസങ്ങളിൽ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം ആരാണ്, ദൈവത്തിൻ്റെ പുത്രൻ ആരാണ്, പരിശുദ്ധാത്മാവ് ആരാണ്, ഇതിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അങ്ങോട്ട് പഠിക്കുക. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്? ദൈവത്തെ പഠിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? യജമാനന്റെ ഇഷ്ടം അറിഞ്ഞു ചെയ്യുന്ന ദാസൻ എന്ന് ബൈബിളിൽ പറയും. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ആ ഇഷ്ടം ചെയ്താൽ മതി. യേശു പലരോ കുഞ്ഞുങ്ങളോടും പറഞ്ഞു, മോളെ, ഇനി മേലാൽ പാപം ചെയ്യരുത്, പൊയ്ക്കൊള്ളുക, ഇനി അധികമായതൊന്നും സംഭവിക്കാതിരിക്കാൻ. ആ പക്ഷപാതക്കാരൻ 38 വർഷം കിടന്നവനോട് പറഞ്ഞു, ഇനി അധികം ഒന്നും സംഭവിക്കാതിരിക്കാൻ മേലാൽ പാപം ചെയ്യരുത്. അപ്പോൾ പാപമാണ് പലരെയും സ്റ്റക്കാക്കി കളഞ്ഞത്, ഒതുക്കി കളഞ്ഞത്. ദൈവത്തിന് പ്രസാദമല്ലാത്തതെല്ലാം ഒഴിവാക്കിയാൽ നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും വിജയകരമായ ജീവിതം നയിക്കും. അവന് പ്രസാദമുള്ളത് ചെയ്യണം, ദൈവത്തെ പ്രസാദിപ്പിക്കുക, യേശുവിനെ മനസ്സിലാക്കുക. പിതാവിൻ്റെ ഇഷ്ടം ഒരുത്തന് നശിച്ചു പോകരുത്. പുത്രൻ്റെ ഇഷ്ടം പിതാവിനെ പ്രസാദിപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടം പിതാവ് പുത്രനെ ഏൽപ്പിച്ച വേലയെ തുടരുക. ഇവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോയാൽ ക്രിസ്തീയ ജീവിതം വളരെ ലളിതമാണ്. അല്ലെങ്കിലോ ജഡത്തിൽ മുന്നോട്ട് പോകുന്നവൻ അവൻ ഒടുവിൽ മരണത്തിലെത്തും. ജഡത്തിൻ്റെ ചിന്തയെ മരണമാണ്, ജഡത്തിൻ്റെ പ്രവർത്തികൾ അപകടമാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ജഡത്തിൻ്റെ മോഹം നിർവഹിക്കില്ല, നിവർത്തിക്കില്ല എന്ന് ഗലാത്യർ 5:16 മുതൽ 22 വരെ വായിക്കുമ്പോൾ കാണാം.
ആത്മാവിൻ്റെ ഫലം എന്താണ്? സ്നേഹമാണ്, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വക പ്രവർത്തിക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അതായത് ന്യായപ്രമാണത്തിന് മുകളിലാണ് ആത്മാവിൻ്റെ ഫലം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം, ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിൽ വളരണം, ക്രിസ്തുവിൽ മുന്നോട്ട് പോകണം. ജനിക്കണം, വളരണം, മുന്നോട്ട് പോകണം. ഗ്രോ, ഗോ, ഗ്ലോ. 3G, 3G. എന്താണ്? ഗ്രോ, ക്രിസ്തുവിൽ വളരണം. ഗോ, മുന്നോട്ട് പോകണം, ക്രിസ്തുവിൽ മുന്നോട്ട് പോകണം. ഗ്ലോ, പ്രകാശിക്കണം, ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കണം. ഈ 3G നിങ്ങൾ ഉപയോഗിച്ചാൽ ജീവിതം ജയമായി തീരും. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. കർത്താവിനെ അറിയും. ആദ്യം മുതൽ സംസാരിക്കുന്ന യേശു ഇന്ന് നമ്മോട് സംസാരിക്കും. വളരുക, മുന്നോട്ട് പോകുക, പ്രകാശിക്കുക, കർത്താവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ ഈ തിങ്കളാഴ്ച മുതൽ നമുക്ക് ദൈവം പുതിയ ബലവും കൃപയും തരും. പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ വെളിപ്പാടുകളും ആത്മാവിൻ്റെ അഭിവൃദ്ധിയും ആത്മാവിൻ്റെ നിറവും ഉണ്ടാകട്ടെ. കൃപയിൽ പൊതിയണമേ. അനുഗ്രഹിക്കുന്നു. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞ് ഈ ആഴ്ച മുഴുവൻ ആരോഗ്യമുള്ളൊരു ദിവസമാകട്ടെ. എല്ലാ രോഗാത്മാവും ശരീരങ്ങളെ വിട്ട് പുറത്തു പോകട്ടെ. മനസ്സിന് ബലമുണ്ടാകട്ടെ. മാനസിക അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. മാനസിക ബലമുള്ളവരാകട്ടെ. സാമ്പത്തിക വഴികളെല്ലാം ഇന്ന് മുതൽ തുറന്നു വരട്ടെ. അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം അത്ഭുതമാകട്ടെ. ഒരു വലിയ അനുഗ്രഹം ഇന്ന് ഈ മക്കൾ കാണണം. യേശുവേ, ഇന്ന് ഈ ദിവസം തീരുന്നതിനുള്ളിൽ ഒരു അസാധാരണ അത്ഭുതം ഇവരിൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കത് വിശ്വസിക്കാം. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടണം. നിങ്ങൾ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും കേൾക്കണം. ജീസസ് എവരി ഡേ, എല്ലാ ദിവസവും കുറച്ചു നേരം, അരമണിക്കൂർ, അതിൽ താഴെയുള്ള സമയം. ഈ വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ഈ മീഡിയയെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. ഈ മിനിസ്ട്രിക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അഹരോനും ഹൂരും മോശയുടെ കൈ താങ്ങിയതുപോലെ നിങ്ങളുടെ കൈത്താങ്ങൽ ഈ മീഡിയ മിനിസ്ട്രിയെ ലോകരാജ്യങ്ങളിൽ എത്തിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.